ഇതുവഴിയാണ് നമുക്ക് മണികെട്ടി അമ്പലത്തിലേക്ക് പോകേണ്ടത്. ഇത് ചവറ ടൈറ്റാനിയം ജംഗ്ഷനാണ്. അവിടെ NHൻ്റെ പണി നടക്കുന്നതുകൊണ്ട് വഴി കൃത്യമായിട്ട് തിരക്കണം, അല്ലെങ്കിൽ വഴി തെറ്റും. എനിക്കും വഴി തെറ്റി. ഞാൻ പിന്നെ ചോദിച്ച് മനസ്സിലാക്കി തിരികെ വന്നതാണ്. ഇനി ഇതുവഴി നേരെ ടൈറ്റാനിയം ഫാക്ടറിയുടെ ചുറ്റുമതിലാണിത്. ആ ചുറ്റുമതിലിനോട് ചേർന്ന റോഡെ നേരെ പോവുക. ഇടയ്ക്ക് വഴികളൊക്കെ ഉണ്ട്, പക്ഷേ വഴിയൊന്നും നമുക്ക് മാറിപ്പോകില്ല. നൈം ബോർഡെല്ലാം കൃത്യമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ നിന്ന് എനിക്ക് വന്നൊരു 3-4 കിലോമീറ്ററിനുള്ളിൽ ഇല്ല. അപ്പോഴത്തേക്ക് അങ്ങ് ചെല്ലാം. നല്ല റോഡാണ്, കട്ടറൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോകേണ്ട സ്ഥലത്ത് വന്നു. ഇവിടെയാണ് വാഹനങ്ങൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. ഇതിന്ന് ഞാൻ വന്നത് ഇടദിവസമായതുകൊണ്ട് തിരക്ക് കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം വാഹനങ്ങൾ ഫില്ലാകും. അതുപോലെ തിരക്കുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടാണ് വാഹനം പാർക്ക് ചെയ്യേണ്ടത്. ആ ജങ്കാറെ കയറിയാണ് നമുക്ക് അക്കരെ പോകേണ്ടത്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് അത് പോയി. ഇനി അത് പോയി ആളിനെയൊക്കെ ഇറക്കി ജങ്കാർ തിരികെ വരണം. വലിയൊരു ജങ്കാറാണ്. ഞാൻ അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞേ അറിയത്തുള്ളൂ അതിൻ്റെ അകത്തെ സ്പേസ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജങ്കാർ വരുന്നിടം വരെ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ബോറടിക്കത്തില്ല. പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളവർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ജങ്കാർ അക്കരെ ചെന്നു. അവരെ ഇറക്കിയത് ഇപ്പോൾ തിരികെ വരും. ആ ജങ്കാർ ഇതുകൊണ്ട് അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്, കറക്റ്റ് സ്ഥലം. ഇനി ഞാൻ ആ ജങ്കാറിലേക്ക് കയറാനുള്ള പരിപാടി നോക്കുക. ഇതുവഴിയാണ് നമ്മൾ നടന്നങ്ങോട്ട് പോയി ജങ്കാറിലോട്ട് കയറണം. നിറച്ചാളുണ്ട്. ഞാൻ പുറഭാഗത്ത് പോയി ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെനിക്കറിയത്തില്ല. മുമ്പ് ഞാൻ അവിടെ നിന്നപ്പം അതുവഴി ബോട്ടിങ്ങൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ കണ്ടായിരുന്നു. ഇത് ജങ്കാറിൻ്റെ പ്രൊപ്പലറിൻ്റെ ഒന്ന് പോകുന്ന വെള്ളത്തിൻ്റെ ഇതാ. എല്ലാവരും വീഡിയോ എടുക്കുക. നല്ല സ്ഥലമാണ്. പോയി അമ്മയും തൊഴുത് യാത്രയും മനസ്സിന് നല്ലൊരു കുളിർമയാണ്. അങ്ങനെ ജങ്കാറിൽ നിന്ന് ഇറങ്ങാൻ പോവുക. ജങ്കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നു, പുറകെ ഞാനും ഇറങ്ങുന്നു. ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പുറകെ നിൽക്കുന്നത്. ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് അമ്പലത്തിലേക്ക് വേണ്ടിയ ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇതാണ് പൊങ്കാലയ്ക്കുള്ള കലങ്ങളൊക്കെ. അത്
ഇവിടെ മണൽത്തരി നമ്മുടെ ആറ്റിലെ സൈസ് മണലല്ല, പൗഡർ പോലുള്ള മണലാണ്. ഞാനിപ്പോൾ വരുമ്പോൾ 9-9:30 ആയതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ചൂട്. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് സൈഡിലെല്ലാം കടകളൊക്കെയാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ അവർ അത് വേണോ ഇത് വേണോ എന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. എല്ലാ കടകളും ഉണ്ട്, പാവയും കളിപ്പാട്ടവും എല്ലാം. ഇതാണ് അന്നദാനം. ഞാൻ രാവിലെ കാപ്പ് കുടിച്ചിട്ടാണ് വന്നത്. തിരിച്ചിറങ്ങി വരുമ്പം അന്നദാനം കഴിച്ചിട്ട് വേണം പോകാൻ. ഇത് ക്ഷേത്രത്തിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു കിണറാണ്. കിണറാണോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. അതിൻ്റെ അകത്തോട്ട് കയറി നോക്കിയാൽ ചിലപ്പം ക്ഷേത്രത്തിലെ ആൾക്കാരെന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്നോർത്ത് ഞാൻ കയറിയില്ല. എന്നാലും അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടൊരു കിണറാണെന്നാണ് തോന്നുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ ഗോപുരം. ഇവരൊക്കെ തൊഴുതിട്ട് ഇറങ്ങി വരുന്നവരാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. കൽത്തൂണുകളാണല്ല. ഇങ്ങനെ അകത്ത് കയറി ഇത് തുലാഭാരം നടത്തുന്ന തട്ട്. പലരും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് അവിടെ ഒരു 10 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിനെല്ലാം ഒരു ശാന്തതയും എന്തോ ഒരു അനുഭൂതിയും കിട്ടും. ക്ഷേത്രത്തിൻ്റെ മണിയത് കൊടിമരം. അതാണ് മണി കെട്ടുന്നിടം. തുലാഭാരത്തട്ട് ഇവിടെയാണ് മണി കെട്ടുന്നത്. ഇത് സ്ത്രീകൾ പ്രദക്ഷിണം വെക്കുന്നതാണ്. ഇവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് സ്ത്രീകളാണ് കൂടുതൽ ഈ മണി കെട്ടി പ്രദക്ഷിണം വെക്കുന്നത്. പുരുഷന്മാരും കൂട്ടത്തിലുണ്ട്, പക്ഷേ കൂടുതലായിട്ട് സ്ത്രീകളാണ്. മണി കെട്ടുന്നത് 5, 7, 9, 11 അങ്ങനെ മേപ്പോട്ടാണ്. അത് ഓരോരുത്തരുടെ സാമ്പത്തികവും കാര്യങ്ങളും അനുസരിച്ച് ഓരോരുത്തർ മണി നേരുന്നത്. ചിലർ ഓരോ മണി ഓരോ പ്രാവശ്യം വന്ന് അമ്മയെ കണ്ട് തൊഴുത് കെട്ടാറുണ്ട്. ചിലർ എത്ര മണിയാണ് നേർന്നത് അത് ഒറ്റ പ്രാവശ്യം വന്ന് കെട്ടുന്നവരുമുണ്ട്. ഇത് ആലല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത് അരയാലാണെന്ന് തോന്നുന്നു. നമ്മുടെ സാധാരണ ആലല്ല, അരയാല. മണിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് ആ ആൾ ഇവിടെ വന്ന് പൊങ്കാലയിടണം. പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലെ ശാന്തി വന്ന് അത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ പായസം അവരെ ഏൽപ്പിക്കും. അവരും കുറച്ച് കുടിച്ച് അവിടെ ഉള്ളവർക്കുമൊക്കെ കൊടുത്ത് ബാക്കി വീട്ടിൽ കൊണ്ടുപോയി ബന്ധുക്കൾക്കും അയൽപക്കത്തുള്ളവർക്കൊക്കെ കൊടുക്കും. മണി കെട്ടി പൊങ്കാല കൂടെ ഇട്ടാലേ ആ നേർച്ച വഴിപാട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇവിടെയാണ് പൊങ്കാല ഇടുന്ന സ്ഥലം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണിത്. ഇത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗമാണ്. ഈ ക്ഷേത്രത്തിൽ കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളത്തിന് ഉപ്പുരസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 30 മീറ്റർ പോലും അകലമില്ല കടലിന്. ഇതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ്. അമ്പലത്തിലെ മണി, കൊടിമരം, ഇത് ക്ഷേത്രത്തിനോട് ചേർന്ന് ഉള്ള ഒരു
ദൈവമാണ്. അതൊരു ക്ഷേത്രം പോലെ പണിത് വെച്ചേക്കുക. ഇവിടെയാണ് തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം. ആ സൈഡിൽ തന്നെയാണ് വഴിപാടിനുള്ള ടിക്കറ്റും കാര്യങ്ങളും എടുക്കുന്നത്. മണി കെട്ടുന്നിടം അവിടെ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ വന്ന് മണി കെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞ് മടങ്ങാനുള്ള പരിപാടിയാണ്. ജങ്കാറയിൽ ഒരു കൂട്ടർ ക്ഷേത്രത്തിലേക്ക് പോകാൻ വന്നിറങ്ങി. ഒരു കൂട്ടരല്ല, ഒരു സമൂഹം. ഇനി ഞങ്ങൾ വീണ്ടും കയറാൻ പോവുക. കയറി ഇക്കരെ വന്നു. ഇക്കരയിൽ നിന്ന് ഇറങ്ങുക. കണ്ടോ, ഞാൻ കയറിയപ്പോഴും നിറച്ച ആളുണ്ട്, ഇറങ്ങിയപ്പോഴും നിറച്ച ആളുണ്ട്. ഇങ്ങനെ ഇത് ഷട്ടിൽ KSRTC ബസ് ഷട്ടിൽ അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ജങ്കാറയിൽ കൂടുതലും വരുന്നത് ഈ ക്ഷേത്രത്തിൽ വരുന്ന ജനങ്ങളാണ്, ഒരു 90%. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റോഡുണ്ട്. അത് അഴിക്കൽ ബീച്ചിൻ്റെ അവിടെ പോകാം എന്ന് പറഞ്ഞു. അതുവഴി തിരിഞ്ഞ് പിന്നെ ഹരിപ്പാട് ഭാഗത്ത് ചെന്ന് കയറാം എന്ന് പറഞ്ഞു. എനിക്ക് അത് വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പോയില്ല. നമ്മൾ വീണ്ടും പാർക്കിങ്ങിൽ വന്നു. അമ്മേ ശരണം, ദേവീ ശരണം. അങ്ങനെ പാർക്കിങ്ങിൽ വന്നു. പാർക്കിങ്ങിൽ നിന്ന് എൻ്റെ വണ്ടി അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് പോവുക.